ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് ഒരു ചെസ് ടൂർണമെന്റ് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കേരളത്തിലെ CPM-ൽ കൂട്ടയടി, കേരളത്തിലെ കോൺഗ്രസിലും കൂട്ടയടി. ഈ പൊരിഞ്ഞ പോരുമായാണ് നേതാക്കൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത്. തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കെ സുധാകരൻ പരസ്യമായി VD സതീശനെ തെറിവിളിക്കുന്നു. തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ്, ഇതാണോ മുന്നണിയുടെ പേര്, ഐക്യ മുന്നണി എന്ന്? ഇയാൾ എവിടെ പോയി? സതീശൻ വൈകിയതിൽ അസഭ്യ പദം ചേർത്ത് നീരസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിൽ വൈകിയെത്തിയതിലെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്നാണ് സുധാകരൻ ചോദിച്ചത്. അതും അസഭ്യ പദപ്രയോഗത്തിലൂടെയായിരുന്നു സുധാകരൻ തന്റെ നീരസം അറിയിച്ചത്. ഇത് വളരെ മോശം പരിപാടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ ഇടപെട്ട് തടയുകയായിരുന്നു. KPCC നടത്തുന്ന സമരാഗ്നി പരിപാടിയുടെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിന് കെ സുധാകരൻ എത്തി കാത്തിരിക്കും സതീശൻ എത്താത്തതിൽ സുധാകരൻ അടുത്തിരുന്ന DCC പ്രസിഡന്റ് B. ബാബുപ്രസാദിനോട് അനിഷ്ടമറിയിച്ച കൂട്ടത്തിലാണ് അസഭ്യ പദം പ്രയോഗിച്ചത്. സതീശൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെന്നും ഉടൻ എത്തുമെന്നും നേതാക്കൾ വിശദീകരിക്കുകയും ചെയ്തു. സുധാകരന്റെ വാക്കുകൾ മേശപ്പുറത്തുണ്ടായിരുന്ന മൈക്കുകളിലൂടെ ചാനൽ ക്യാമറകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. 10 മണിക്ക് നിശ്ചയിച്ച വാർത്താ സമ്മേളനത്തിന് സുധാകരനും വൈകിയാണ് എത്തിയത്. എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഖേദമറിയിച്ചു. തുടർന്ന് സതീശനെ കാത്തിരുന്നപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനായത്. ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്ന് ഒരു അസഭ്യ വാക്കം ചേർത്ത് സുധാകരൻ ചോദിക്കുകയായിരുന്നു. 11:05 വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നതെന്ന് പിന്നീടെത്തിയ പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രതികരിച്ചു. ഇതാദ്യമായൊന്നുമല്ല പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് കൊമ്പ് കോർക്കുന്നത്. മുൻപും പരിപാടികൾക്കിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നതും ഞാനാദ്യം എന്ന് സംസാരിച്ചതുമൊക്കെ വലിയ വിമർശനത്തിനും സോഷ്യൽ മീഡിയ പരിഹാസത്തിനുമൊക്കെ ഇടയാക്കിയിരുന്നു. ഏതായാലും പുതിയ ചോദ്യങ്ങൾ കോൺഗ്രസിനും UDF-നും.